എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്ക് എന്ന് ലഭിക്കുമെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 3 കാർഡുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് അതിവേഗം തന്നെ പോകാം. അതിന് മുമ്പായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദി ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം പ്രണയത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നോ, അതോ ഒരു പ്രധാന തീരുമാനം ആണോ ആ വ്യക്തി എടുക്കുന്നത്? ഈ കാർഡ് പ്രണയത്തെയും ചോയ്സുകളെയും സൂചിപ്പിക്കുന്നു. അതായത് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം വൈകാൻ കാരണം നിങ്ങളെ തന്നെ വേണമോ എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തി തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു തുടങ്ങിയ സമയം മുതലൊന്നും നിങ്ങളെ സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറല്ലായിരുന്നു. അതിനുവേണ്ടി ആ വ്യക്തി നിന്നിട്ടില്ല. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടക്കാരിൽ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ഒരു രീതിയിൽ നിങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഇഷ്ടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇഷ്ടത്തിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ഫൈനൽ തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വ്യക്തി ഉടൻ തീരുമാനം എടുക്കും. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വീൽസ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. അതായിരിക്കും ഈ വ്യക്തിയുമായുള്ള കണക്ഷൻ ആഴത്തിലാക്കാൻ പോകുന്നത്. ഭാഗ്യം ഇപ്പോൾ അത് നിങ്ങളുടെ പക്ഷത്താണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തിരഞ്ഞെടുക്കാൻ പോകുന്നു. ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. ഇതുവരെ നേരത്തെ ആദ്യത്തെ ഘട്ടത്തിൽ കൃത്യമായി തീരുമാനം എടുക്കാതിരുന്ന ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നു. കാരണം ആ വ്യക്തി ചോയ്സിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളായി ചോയ്സായി മാറുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചോയ്സായിട്ട് ആ വ്യക്തി മാറുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന, നിങ്ങൾക്ക് ഒരുപാട് ശക്തി നൽകുന്ന രീതിയിൽ ആ ചോയ്സ് വരികയാണ്. നിങ്ങൾക്കിനി ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങളെ ഇനി ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും മനസ്സിലെ പൊരുത്തം മൂലം ആ വ്യക്തി നിങ്ങളുടേതാകുന്നു, നിങ്ങളുടേതായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അതേക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാനില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ആരാണോ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന അവസ്ഥ. നിങ്ങൾക്കിതിൽ പരം സന്തോഷമുള്ള മറ്റൊന്നും വേണ്ട എന്ന് കൃത്യമായി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നമുക്കിനി മൂന്നാമത്തേലേക്ക് പോകാൻ ദി 2 ഓഫ് കപ്സ് ആണ്. ഒരുമിച്ചുള്ള സമാനതകൾ സ്നേഹത്തിന് ഉദാത്തമായ സൂചികയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അതായത് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് ഒന്നാകുന്നൊരവസ്ഥ. നിങ്ങൾക്കിനി രണ്ടെന്ന ഭാവമില്ല. നിങ്ങളുടെ ഭാവി തന്നെയാണിത്. ഫ്യൂച്ചർ ഔട്ട്കമാണ്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾ ഏന്തിയിരിക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരാൾക്കും നിങ്ങളിൽ നിന്ന് ആ സ്നേഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. ആ വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലേക്കാളും എല്ലാ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു മഹാവികാരമായി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നു. നിങ്ങൾക്കപ്പുറത്തേക്ക് ഇനി ആ വ്യക്തിക്കൊരു ചിന്തയില്ല. നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം എന്ന് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് പറയുന്നു
നിങ്ങൾക്കത് ലഭിച്ച് തന്നെ ഇരിക്കുന്നു. അതായത് തടസ്സങ്ങളുണ്ടായിരുന്നിരിക്കാം, പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഉദ്യമത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ്. ആരും കൊതിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. തടസ്സങ്ങളുണ്ടാവാം, ഒരുപക്ഷെ മറ്റു വ്യക്തികൾ നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കാതെ തന്നെ നിങ്ങളുടെ വ്യക്തി, നിങ്ങളാണ് ആ വ്യക്തിക്ക് ഏറ്റവും ചേർന്നത്, നിങ്ങളാണ് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ മറ്റൊന്നും ഭയപ്പെടണ്ട. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്താണ് ഭയപ്പെടാനുള്ളത്? നിങ്ങൾ കൊതിച്ചത് ആ വ്യക്തിയുടെ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക്